യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസം ഏറെ സന്തോഷത്തോടെ ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 37-ാം അധ്യായം 27-ാം തിരുവചനം. എൻ്റെ വാസസ്ഥലം അവരുടെ മധ്യേ ആയിരിക്കും, ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കും. എൻ്റെ ആലയം അവരുടെ മധ്യേ നിത്യമായി സ്ഥിതി ചെയ്യുമ്പോൾ ഇസ്രായേലിനെ വിശുദ്ധീകരിക്കുന്ന കർത്താവ് ഞാനാണ് എന്ന് ജനതകൾ അറിയും. ദൈവമായ കർത്താവ് എവിടെയാണ് വസിക്കുന്നതെന്നും ആ ദൈവം എന്തായിരിക്കുമെന്നും വളരെ വ്യക്തമായിട്ട് എസെക്കിയേൽ ദീർഘദർശി വഴി കർത്താവ് നമ്മളോട് സംസാരിക്കുകയാണ്. ദൈവം ആരുടെ മധ്യേ വസിക്കുന്നുവോ അവർ ദൈവത്തിൻ്റെ ജനമായിരിക്കും. ഈശോ വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും എന്ന്. ദൈവത്തെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ആരെല്ലാം ദൈവത്തിൻ്റെ കരുണയ്ക്കായി നിൽക്കുന്നുവോ അവരുടെ എല്ലാം മധ്യേ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരിക്കും. അവർ ദൈവത്തിൻ്റെ ജനവും ദൈവം നമ്മുടെ കർത്താവുമായിരിക്കും. ദൈവം നമ്മുടെ മധ്യയുണ്ടെങ്കിൽ നമ്മളെ നിരന്തരം വിശുദ്ധീകരിച്ചുകൊണ്ടുമിരിക്കും. കാരണം നമുക്ക് ചുറ്റുമുള്ള ജനതകൾ അറിയണം കർത്താവ് നമ്മുടെ കൂടെയുണ്ടെന്ന്. അങ്ങനെയുള്ള ദൈവീക സാന്നിധ്യത്തിന് വേണ്ടി നമുക്കിന്ന് പ്രാർത്ഥിക്കാം. എപ്പോഴും എൻ്റെ ദൈവമേ, നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. നീ എൻ്റെ കൂടെയുണ്ടെന്ന് ജനതകൾ മനസ്സിലാക്കണം. അതിനെന്നെ നീ വിശുദ്ധീകരിക്കണം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന മക്കളെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. യുദ്ധങ്ങൾ ഒഴിവാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. യുദ്ധക്കെടുതിയിലായിരിക്കുന്നവരെ സഹായിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവും രക്ഷകനും ദൈവവുമായ യേശു ക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.